പ്രമുഖ ചൈനീസ് ബ്രാൻഡായ ഹുവായിയുടെ ഏറ്റവും പുതിയ മോഡലായ Y6s ആണ് ഇന്ന് നമ്മൾ റിവ്യൂവിന് എടുത്തിരിക്കുന്നത്. Y6xൽ ഒക്ടാകോർ പ്രോസസ്സറും 3GB റാമും 64GB മെമ്മറിയുമാണ് ഹുവായി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമസ്കാരം, ഞാൻ അജയ് ജെയിംസ്. ഏറ്റവും പുതിയ എൻ്റെ വീഡിയോ വ്ളോഗിലേക്ക് സ്വാഗതം. ബോക്സിനുള്ളിൽ മൊബൈൽ, അതുപോലെ സിം ഇഞ്ചക്ഷൻ ടൂൾ, ക്വിക്ക് യൂസർ ഗൈഡ്, ചാർജർ വരുന്നത് USB കേബിളും ചാർജറും സെപ്പറേറ്റ് ആയിട്ടാണ്. മറ്റുള്ള ബ്രാൻഡുകളെ പോലെ തന്നെ മിഡ് റേഞ്ച് ഫോണുകളിൽ ഇപ്പോൾ ഒന്നിലും ഹെഡ്ഫോൺ ബോക്സിനുള്ളിൽ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇതിലും ഹെഡ്ഫോൺ വന്നിട്ടില്ല. ഫോണിൻ്റെ സ്ക്രീനിൽ അതിൻ്റെ സ്പെക്ക് ഒട്ടിച്ചിരിക്കുന്നു. അത് നമുക്ക് റിമൂവ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് കവർ എന്ന് പറയുന്നത് മാറ്റ് ഫിനിഷിലും ഗ്ലോസി ഫിനിഷിലും ഫിനിഷ് ചെയ്ത ഒരു പ്ലാസ്റ്റിക് കവറാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ 13 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും ഫിംഗർ പ്രിൻറ്റ് സെൻസറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് എഡ്ജിലായിട്ട് വോളിയം അപ്പ് ഡൗൺ ബട്ടൺ, പവർ ബട്ടൺ, ബോട്ടം എഡ്ജിൽ സ്പീക്കർ, മൈക്ക്, ചാർജിങ് കണക്റ്റർ, നോർമൽ ചാർജിങ് കണക്റ്ററാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. C ടൈപ്പ് വന്നിട്ടില്ല. ടോപ്പിൽ ഒരു ഹെഡ്സെറ്റും ഒരു മൈക്ക് പിന്നും കൊടുത്തിട്ടുണ്ട്. ഹെഡ്സെറ്റ് നമുക്കറിയാം എല്ലാ ഹാൻഡ്സെറ്റിൽ നിന്നും ഒഴിവാക്കപ്പെടുകയാണ്. പക്ഷേ ഹുവായി ഇതിൽ ഹെഡ്സെറ്റിനുള്ള ജാക്ക് കൊടുത്തിരിക്കുന്നു. ഓണാക്കി ബൂട്ട് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇതിൽ വരുന്നത് 13 മെഗാപിക്സൽ ക്യാമറ ബാക്ക് സൈഡിലും 8 മെഗാപിക്സൽ ക്യാമറ ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട്. ഒക്ടാകോർ പ്രോസസ്സർ, 3GB റാം, 64GB മെമ്മറി എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 6.9 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ HD+ റെസൊല്യൂഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആൻഡ്രോയിഡ് Pie 9 സോഫ്റ്റ്വെയറും EMUI 9.1 സോഫ്റ്റ്വെയറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3020 mAh ബാറ്ററി പവറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഒരു എൻട്രി ലെവൽ ഫോണിൽ കിട്ടാവുന്ന അത്യാവശ്യം നല്ല ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഗൂഗിളുമായുള്ള ഡിസ്പ്യൂട്ടൊക്കെ മാറിയതിന് ശേഷമുള്ള ഫോൺ എന്നുള്ള നിലയിൽ ഈ ഫോണിൽ അതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതൊരു വലിയ കാര്യമായി നമുക്ക് കരുതാം. ഒക്ടാകോർ പ്രോസസ്സറും 3GB റാമും 64GB മെമ്മറിയും ഉള്ള ഈ ഫോണിൻ്റെ വില നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 7,000 ഇന്ത്യൻ റുപ്പീസ് മുതൽ ഒരു 8,000 ഇന്ത്യൻ റുപ്പീസ് വരെയാണ്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ക്രീൻ റെസൊല്യൂഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്.
6.9 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. HD+ റെസൊല്യൂഷൻ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 13 മെഗാ പിക്സലുള്ള ഒരു f1.2 അപ്പറേച്ചർ റേഞ്ചിലുള്ള ഒരു ക്യാമറയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറയാണെങ്കിൽ 8 മെഗാ പിക്സൽ 1.9 അപ്പറേച്ചറുള്ള ഒരു ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന അത്യാവശ്യം നല്ല ഒരു ക്യാമറയായിട്ടാണ് എനിക്കിതിൻ്റെ ക്യാമറയെ വിശേഷിപ്പിക്കാൻ തോന്നുന്നത്. നല്ല ക്ലിയർ പിക്ചർ ഡേ ലൈറ്റിലും അതുപോലെ ഓഫ് ലൈറ്റിലും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോയും എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ ഫോൺ കൊണ്ടെടുത്ത 1-2 ഫോട്ടോകൾ നമുക്ക് കാണാം. ഈ കാണുന്ന വീഡിയോ ഞാൻ ഈ ഫോൺ കൊണ്ട് തന്നെ എടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല കളർ ഡെപ്തും നല്ല ലൈറ്റും ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഫോൺ കൊണ്ട് ഇങ്ങനത്തെ നല്ല ഫോട്ടോസും വീഡിയോയും എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.